എടി പറയടി കുറെ എണ്ണം നീ നിന്റെ വിഷമം കണ്ടിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് നീ ഒന്ന് പറയാതെ. നീ എന്താ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ നീ എന്റെ നെഞ്ചത്ത് കയറുന്നതാണല്ലോ. നീ പറ, നിനക്ക് പറയാൻ പറ്റില്ല ഞാൻ ലൈവ് വന്നത്. നമുക്കൊക്കെ ക്ഷമിക്കുന്നതിനൊക്കെ കുറെ പരിധിയില്ലേ? കുറെ എവിടെ കൊണ്ട് കിടക്കുന്ന കുറെ ആലവലാതി മാറ്റ ഇവളുമാർ ആരാണ് നമ്മുടെ കുടുംബത്തെ പറ്റി സംസാരിക്കാൻ? നീ അങ്ങോട്ട് പറ. ഈ ലോകത്തുള്ള കുടുംബങ്ങളെല്ലാം നശിച്ചില്ലാതായി കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഏപ്രാചി പട്ടികളെ ലോകം തിരിച്ചറിയണ്ടേ? നീ ഹായ് ഒരു വേണ്ടപ്പറ്റി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മാരാരി കിടന്ന് മെഴുകുവാണ്. കുറച്ച് നാളായിട്ട് പുള്ളിക്കാരൻ എയറിലാണ്. താഴെ ഇറങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ റീസെന്റ് വന്ന ഒരു വിഷയം നിങ്ങൾക്ക് അറിയാലോ, പ്രസവം വളരെ ഈസിയാണ്. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ അരിയാട്ടത്തിന്റെ ഇടയിൽ പ്രസവവേദന വന്നാൽ ഓടിപ്പോയി പ്രസവിക്കും. പിന്നെയും വീണ്ടും തിരിച്ചു വന്നിട്ട് അരിയാട്ടുമായിരുന്നു. ഹോസ്പിറ്റലുകളാണ് പ്രസവം കോംപ്ലിക്കേഷൻ ആക്കിയത് തുടങ്ങിയ പ്രസ്താവനകളൊക്കെ മാരാരി ഇങ്ങനെ പറയുകയും അത് സോഷ്യൽ മീഡിയ എടുത്ത് വളരെ വലിയൊരു റോളാക്കുകയും ഉണ്ടായിരുന്നു. അതിനു മുമ്പാണെങ്കിൽ ഭാര്യയെ കളിയാക്കിക്കൊണ്ട് ഇന്റർവ്യൂവിൽ സംസാരിച്ചു ആ ഒരു സംഭവം. എന്തായാലും പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യം രോക്ഷാകുലനായിട്ടാണ് ഭാര്യയും മക്കളെയൊക്കെ വലിച്ചിട്ട് ഒരു ലൈവ് ചെയ്തു. എല്ലാരെയും അടുത്തിരുത്തിയിട്ട് ദേഷ്യം കൊണ്ടാണ് കേട്ടോ. പുള്ളിക്കാരന് തെളിയിക്കണം എന്താണ്, ഞാനൊരു ഉത്തമ ഭർത്താവാണ്, കുടുംബനാഥനാണെന്നൊക്കെ പുള്ളിക്കാരന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നെറ്റോട്ടമാണ്. എന്തായാലും നമുക്ക് ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. വാക്കുകൾക്ക് നിങ്ങൾക്ക് എതിർക്കാം, ആക്ഷേപിക്കാം, വിമർശിക്കാം. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിലും നിങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ഒരു ഷോയുടെ വിന്നർ എന്ന നിലയിലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം, ഈ നിങ്ങൾ വിമർശിക്കുമ്പോഴും ആ വിമർശനത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ, അതായത് ഒരാളൊരു തെറ്റ് ചെയ്തതിനെ തുടർന്ന് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ കഴിയുന്നതാണ്, തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നതുമാണ്. അത് തെറ്റുപറ്റിയ തിരുത്തുന്ന ഒരാളെ വന്നേക്കുന്നു. എത്ര വട്ടം നമ്മൾ ഈ അഖിൽമാരാറ് ചെയ്യുന്ന തെറ്റുകൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു. പക്ഷെ അതൊന്നും തെറ്റ് തിരുത്താനുള്ള മനസ്സ് ഇതുവരെ ഈ പുള്ളിക്കാരൻ കാണിച്ചിട്ടില്ല. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ന്യായീകരിച്ച് മെഴുകുവാണ്. ശരിക്കും ആദ്യം ഒരു തവണയെങ്കിലും തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കാൻ പഠിക്കും. തെറ്റ് തിരുത്തണ്ട, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മാത്രം മതി. തെറ്റ് ന്യായീകരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, അംഗീകരിക്കാൻ അറിയില്ല. ഈ ലൈവ് പോലും അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുന്ന ഭൂലോക മണ്ടനാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് തന്നെ മാരാര് തെറ്റ് അംഗീകരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കേണ്ട. അങ്ങനെ ഒരു വാക്ക് പുള്ളിയുടെ ഡിക്ഷണറി തന്നെ ഇല്ല. ഞാൻ ചെയ്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ പതിയെ ആഘോഷത്തിന് വേണ്ടി, അതായത് കണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഭാഗം നേരത്തെ റീച്ചിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്ന തുണിയടിച്ചിട്ടുള്ള ആട്ടലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നേരെ, ഞാൻ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ പോലും 1-2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതിൽ പല ആൾക്കാരും പറയുന്നു പ്രസവത്തെ എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളെന്നാണോ നിങ്ങൾ എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? കോമൺ സെൻസും ഇല്ല, വിവരമില്ല. അങ്ങനെ തന്നെയാണ് അഖിലേട്ടനെ കുറിച്ച് എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അഖിലേട്ടൻ എങ്ങനെയാന്ന് വെച്ചാൽ അഖിലേട്ടന്റെ ഒരു ലോകത്ത് ഒരു രാജാവായിട്ട് ഇങ്ങനെ ജീവിക്കുക. പുള്ളിക്കാരന് മാത്രമായിട്ടുള്ള ഒരു യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൽ ചേട്ടൻ എന്തായാലും ടോപ്പാണ്. എന്തായാലും ആദ്യം ഈ അഖിലേട്ടൻ മനസ്സിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ആ ഒരു കോട്ടയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വാ. സ്വയം ടോപ്പാണെന്നുള്ള ചിന്തയൊന്ന് മാറ്റി വെക്കുക കുറച്ചു നേരം. എന്നിട്ട് നിലത്ത് നിന്നൊന്ന് ചിന്തിക്കുക. അപ്പോ ചിലപ്പോ ചേട്ടന് പറ്റിയ തെറ്റുകളൊക്കെ ചിലപ്പം കേട്ടോ മനസ്സിലാക്കാൻ സാധിക്കും. പ്രസവം വേദന ഇല്ല എന്നും അല്ലെങ്കിൽ അത് വേദന ഉള്ളതാണെന്നും ലോകത്താരെങ്കിലും അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അതൊരു വേദന നിറഞ്ഞ പ്രോസസ്സാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാമെന്നും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞാലും നിങ്ങൾ അത് മനസ്സിലാക്കാതെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അല്ല എന്നും അമ്മ എന്ന് പറയുന്ന മാതൃത്വത്തിന്റെ മൂല്യത്തെയാണ് ഞാൻ സന്തോഷപൂർവ്വം പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാതെ വീണ്ടും 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 വന്നിരുന്നിട്ട് ഒരേ കാര്യം എന്റെ അടുത്ത് ആവർത്തിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയാനല്ല. അല്ല, എന്തിനാണ് ഈ പ്രസവത്തിന്റെ വിഷയത്തിൽ പിന്നെയും കിടന്ന് ഉരുളുന്നത്? പ്രസവത്തിനെ കുറിച്ച് എന്താണ് ചേട്ടൻ പറഞ്ഞതെന്ന് എല്ലാരും കേട്ടതാണ്. ഒരുപാട് തവണ സംസാരിക്കപ്പെട്ട വിഷയമാണ്. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. അതെന്തായാലും അഖിലേട്ടന്റെ കയ്യിൽ നിന്ന് പോയി. എന്തായാലും പറഞ്ഞ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാരും കേട്ട് കഴിഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതിനുള്ളിൽ വേറെ അർത്ഥതലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ ചേട്ടാ. അല്ല, ഇങ്ങനെ ന്യായീകരിച്ച് എവിടം വരെ പോകും? എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേ? ആരോട് പറയാനാ? ബാക്കിയും കൂടെ ഇപ്പോൾ പുതിയൊരു സൂക്കേട് തുടങ്ങിയിരിക്കുന്നത് ലക്ഷ്മി. ഇതിനു മുമ്പ് ഞാനും ലക്ഷ്മിയും കൂടെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകൾ അടർത്തിയെടുത്തിട്ട് എടി നീ അങ്ങ് ഇവിടെ കിടന്ന് നരകിക്കുകയാണെന്നാണ്, കുടുംബമില്ലാത്ത, ഭർത്താക്കന്മാരെ റെസ്പെക്ട് ചെയ്യാത്ത, അച്ഛനെ അമ്മയെ റെസ്പെക്ട് ചെയ്യാത്ത, സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറെ തെണ്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ എന്റെ മക്കളും പറയും, എന്റെ ഭാര്യയും പറയും. ഞാൻ എന്തിനാണ് ഇവരെ ലൈവ് പിടിച്ചിരുത്തിയെന്ന് പോലും ആക്ച്വലി ഇവർക്ക് മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, ചേട്ടൻ ഇപ്പൊ എന്ത് തേങ്ങയ്ക്കാണ് ഈ ലൈവ് ചെയ്യുന്നതെന്ന് പോലും ആർക്കും മനസ്സിലായിട്ടില്ല. അല്ല, എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ ഓക്കെ. ഇതെന്തുവാണ് ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ലേ? ഈ അഖിലേട്ടനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞവരുടെയൊക്കെ കാര്യം പറയുന്നത് കേട്ടില്ലേ?
പുള്ളിക്കാരൻ മാത്രം ടോപ്പ്, ബാക്കിയെല്ലാം മോശക്കാരും. ഈ ഒരു മെന്റാലിറ്റിയാണ് ആദ്യം മാറ്റേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ബിഗ് ബോസിൽ പുള്ളിക്കാരനെ പിടിച്ച് ടോപ്പാക്കി വെച്ചത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയും കൂടെ കേൾക്കാം. അതുകൊണ്ട് തന്നെ എന്റെ മക്കള് പറ, എന്റെ മക്കൾ പറ, അച്ഛൻ എങ്ങനെയാന്ന് പറ. അച്ഛൻ ലക്ഷ്മി വഴക്ക് പറയാറുണ്ടോ? ഇല്ല, നീയാണോ പറയേണ്ടത്? ഞാൻ പൊന്നിനോടോ ചോദിച്ചത്. എന്റെ മക്കൾ പറ, അച്ഛൻ വഴക്ക് പറയാം. അല്ല, എന്താണ് അതിലേട്ടാ? രണ്ടും ഏട്ടന്റെ മക്കള് തന്നെയല്ലേ? ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ മൂത്ത ആളാണ് ഇല്ലാന്ന് മറുപടി പറഞ്ഞത്. മാരാര് ചോദിച്ചത് ഇളയ കുട്ടിയോടാണ്, പക്ഷെ മൂത്ത കുട്ടിക്ക് അത് അറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എന്റെ മക്കളോടാണെന്നാണ് ചോദിച്ചത്. എന്നിട്ട് പറയുന്നത് നിന്നോടാണോ ഞാൻ ചോദിച്ചത്, എന്റെ മക്കളോടല്ലേ പറഞ്ഞ, പൊന്നുവിനോടല്ലേ ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയുന്നു. മൂത്ത മോളോട് തട്ടിക്കയറുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഇനി അച്ഛനും മക്കളും കൂടെ ആ രീതിയിൽ കോമൺ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാണുന്ന ആൾക്കാർക്ക് ആ പാർഷ്വാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ പറഞ്ഞതിന് ശേഷം മൂത്ത മോളുടെ മുഖം തന്നെ മാറിപ്പോയിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനുശേഷം മോളോട് സംസാരിക്കാൻ ഭാര്യ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല പുള്ളിക്കാരി. അതൊന്നും ഞാനത് പ്ലേ ചെയ്യാം. അച്ഛൻ വഴക്കറിയില്ല, അച്ഛനെ വഴക്കറിയില്ല. നീ എങ്ങനാടി വീട്ടില് പറ, നീ സത്യം പറഞ്ഞ നാട്ടിൽ അറിയത്തു. ആരോടാ പറയുന്നത്? നീ അവരോടൊക്കെ പറഞ്ഞാൽ മതി. പറയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എടുത്ത് കണ്ടോളൂ. പറഞ്ഞോ, എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയാറ്റം ഇനി പിടിച്ചെടുക്കും. മക്കൾ പറയാം എങ്ങനെയല്ലേ. അതുകൊണ്ട് ഈ ഞാനത് പറഞ്ഞത് എന്റെ ഭാര്യ കണ്ടില്ലേ, നേരത്തെ ഒന്നും ചോദിക്കാണ്ട് തന്നെ ചാടിക്കയറി സംസാരിച്ച കുട്ടിയാണ്. ഇപ്പൊ ചോദിച്ചിട്ട് പോലും ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ ചോദിച്ച സമയത്ത് പുള്ളിക്കാരി പറയുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അനീതി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ചെയ്തത്. നേരത്തെ മാരാർ അങ്ങനെ പറഞ്ഞതിൽ നല്ല രീതിയിൽ വിഷമം പുള്ളിക്കാരിക്ക് ഉണ്ടായിട്ടുണ്ടാവും. കൊച്ചിന് പാരന്റിംഗിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 കുട്ടികൾ ഉണ്ടാകുമ്പോൾ 2 പേരെ ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരാളെ മാത്രം കൂടുതൽ ഇതായിട്ട് സംസാരിക്കുമ്പോൾ പരിഗണിക്കുമ്പോഴത്തേക്ക് മറ്റേ ആൾക്ക് എന്തായാലും വിഷമം തോന്നും. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ലെന്ന്, പക്ഷെ അവരുടെ ഉള്ളിൽ ആ വിഷമം ഉണ്ടാവും. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. അതല്ലാത്തടത്തോളം എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളെയോ വെച്ച് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നിനക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. 100%. കാര്യം ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ ആക്ഷേപിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട്, എനിക്കെതിരെ രാഷ്ട്രീയം കളിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരുത്തി എന്റെ ഭാര്യയോ എന്റെ മക്കളുടെയോ പേരിൽ അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളോ അവർക്കൊരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട, എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം. ആരും ഒന്നും പറയുന്നില്ല. എന്തായാലും ചേട്ടനായിട്ടാണ് ഇപ്പൊ ഭാര്യയും മക്കളെയൊക്കെ ഇതിലേക്ക് വലിച്ചിട്ട് ഈ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് ലൈവ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ പിള്ളേർക്ക് എന്തറിയാം? ആ പിള്ളേരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ചേട്ടന് കോമൺ സെൻസ് ഇല്ലെന്ന് പറയുന്നത്. ചേട്ടനായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആ പിള്ളേരെ കൊണ്ടുവന്ന് ഇങ്ങനെ സംസാരിപ്പിക്കുന്നത്. എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എനിക്കെതിരെ എന്ത് മര്യാദകളും കാണിക്കാം. ഒരു പ്രശ്നമുള്ള കാര്യമില്ല. സന്തോഷപൂർവ്വം നിങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. പകരം എനിക്കെതിരെ തെറി വിളിക്കാൻ നടക്കുന്ന കുറെ തീവ്രവാദികളുണ്ട്, എന്നെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ആക്രമിച്ചോളൂ, മതപരമായി ആക്രമിച്ചോളൂ. ഇതൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. മറിച്ച് ലക്ഷ്മി പല ഇന്റർവ്യൂകളും ബിഗ് ബോസിന് മുൻപ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇവിടും തമ്മിൽ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ എന്റെ അറിവിലോ എന്റെ കാഴ്ചയിലോ ഒരുപക്ഷെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതെന്റെ മക്കളെടുത്ത് ചോദിച്ചാൽ അവർ പറയും എപ്പോഴെങ്കിലും. അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സഹിച്ചും ഇതൊക്കെ കഴിയുന്ന, നിങ്ങൾ പറയുന്നത് പോലെ കഴിയണമെന്ന് എനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പോയത്. ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും വളരെ സ്ട്രോങ് ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എനിക്ക് സഹിച്ച് ഇപ്പൊ നിങ്ങൾ ഈ ഓരോരുത്തർ ഈ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സഹിച്ച് അല്ലെങ്കിൽ അയ്യോ പാവത്തെ പോലൊന്നും ഞാൻ അങ്ങനെ കഴിയത്തുമില്ല. എനിക്കങ്ങനെ കഴിയേണ്ട ഒരു സിറ്റുവേഷൻസ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുമില്ല. കുറെ എണ്ണം കുറെ നാളുകൊണ്ട് തുടങ്ങിയതാണ്. മറ്റേ ചിലപ്പോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നതാവാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ കണ്ട് ആ ഒരു വിഷമത്തോടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ. ഇതിനുള്ള ഒരു മറുപടി ഞാൻ പറയുന്നില്ല, പകരം ഒരു വീഡിയോ കണ്ടു. തൂത്തോണ്ടിരിക്കുവാണെങ്കിൽ തൂത്ത് കൂട്ടിയതെല്ലാം ഒരിടത്ത് ഇരിക്കുവാണെങ്കിൽ അത് ഇങ്ങോട്ട് വന്ന് കരിയിലല്ലോ. അമ്മ കഴിയിട്ടേക്കുന്ന തുണി ഇത് വൃത്തിയായില്ലെന്ന് പറഞ്ഞ് ഒന്നുകൂടെ കൊണ്ട് വെള്ളത്തിയിടും. കണ്ടല്ലോ, ഇതെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭാര്യയെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു. ആളുകൾ അതെടുത്ത് ട്രോളും, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് എന്തായാലും ചേട്ടൻ മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നം. ബാക്കി കൂടെ കാണും. പക്ഷെ ഞാനായിട്ട് നിങ്ങളോട് പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ എന്റെ ലൈഫിലുണ്ടായി എന്നേ ഞാൻ പോയേനെ. ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ക്ഷമിച്ചോ ഒരു കഴിയുന്ന ഒരാളാണ്. അതെന്റെ മക്കൾക്കറിയാം. ഇവിടെ ഞാനുമായിട്ട് സഹിക്കുന്ന എന്റെ മക്കളെ ഈ എപ്പിയുടെ സ്വഭാവം എങ്ങനെയാ മക്കളെ പറ?
എവരാ ഓടി വരുന്നത്, അച്ഛാ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞോണ്ട് ഓടി വരുന്നത്. എപ്പി പറയുന്ന എന്തെങ്കിലും കാര്യം അച്ഛൻ ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ 10 അടിച്ച് കൊണ്ടുവരുന്നത്. ഇച്ചിരി കാരണം എവിടെന്നെങ്കിലും വീട്ടുകളിൽ കരിയേപ്പില ഉണ്ടെങ്കിൽ കൊണ്ടുവരണെന്ന് പറഞ്ഞപ്പോ എനിക്ക് കരിയേപ്പ് മൊത്തം ഓടിച്ചോണ്ട് കറിവേപ്പിലയുടെ കാര്യം കറിവേപ്പിലയുടെ കാര്യം പറയാനല്ലേ അല്ല എന്ത് പറഞ്ഞാലും തങ്കു വരുന്ന കമന്റ് വായിക്കുക. നമുക്ക് അത് കുഴപ്പമില്ല മക്കളെ. നമ്മളെ പറമ്പിൽ വന്ന് പട്ടികളെ തൂറി വെക്കാറില്ലേ? അതേ കണക്ക് കുറെ ആൾക്കാർ നമ്മളതങ്ങ് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്തി എഴുതിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്നാലും ഈ മാരാറിന് വേണ്ടി പോസിറ്റീവ് കമന്റ് ഇടുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളെയും കൂട്ടിച്ചേർത്താണ് മക്കളെ മാരാര് പറഞ്ഞത്. തങ്കു ഇങ്ങനെ നോക്കുക. മക്കളെ നിങ്ങൾ മെനഞ്ഞാന്ന് ഏത് സിനിമയെ കാണാൻ പോയത്? വാഴ 2 കണ്ടോ? എത്ര മണി? ആരൊക്കെയാ കാണാൻ പോയത് വാഴ 2? ആരൊക്കെയാന്ന് പറ. ഞാനും എപ്പിയും തങ്കുവും മുട്ടും. അച്ഛൻ വന്നോ? ഇല്ല. മക്കള് എത്ര മണിക്കാ പോയിട്ട് തിരിച്ചു വന്നേ? 11 മണി. രാവിലെ രാത്രിയിലോ? രാത്രി. മെനഞ്ഞാന്നിന്റെ തലേന്നാന്ന് തോന്നുന്നു. വാഴ 2 ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയത്. അങ്ങനെ ഭാര്യയും മക്കളെയും വീട്ടിനകത്ത് തളച്ചിടുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയില് എന്റെ ഭാര്യയ്ക്ക് 11 മണിക്ക് പോയിട്ട് വരാൻ പറ്റുമോ? ഇനി മാരാര് ഭാര്യയെ വീട്ടില് തളച്ചിട്ടെന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്നോ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എല്ലാവരും എന്തോ പറഞ്ഞത്, മാരാര് വന്നിട്ട് പൊതുവേദി വന്നിട്ട് ഭാര്യയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ കളിയാക്കുന്നതിനെതിരെയും കുറിച്ചാണ് ഈ പറയുന്നത്. കൂടുതൽ സ്ത്രീകളാണ് അതിനെതിരെ സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രൈവറ്റ് പ്ലേസിൽ ഈ സംസാരിക്കുകയും കളിയാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ അല്ല ഈ പബ്ലിക്കായിട്ട് വന്നിരുന്ന് കളിയാക്കുന്നത്. വലിയ ആളാവാൻ വേണ്ടിയിട്ട് പബ്ലിക് ആയിട്ട് വന്നിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കളിയാക്കുകയും ഭാര്യയെ താഴ്ത്തി കെട്ടുകയും ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ പറയും. അല്ലാതെ നീ ഭാര്യയെ തിരിഞ്ഞു നോക്കാത്ത ആളാണെന്നൊന്നും ഇവിടെ ആരും നീ സ്വന്തമായിട്ട് വാഹനത്തിൽ അല്ലേ ഈ എറണാകുളത്ത് നടക്കുന്നത്? ഞാൻ മിനി കൂപ്പർ വാഹനം മേടിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നീ പണ്ടുള്ള സ്വർണം വിറ്റതിന്റെ പേരിൽ ഇവക്ക് വേണ്ടതിലധികം സ്വർണം മേടിച്ചു കൊടുത്ത ഭർത്താവാണ് ഞാൻ. ഇവക്ക് അല്ല ഞാൻ ചോദിച്ചത് അല്ല ഇവർക്ക് അല്ല ഈ സമൂഹത്തില് കുടുംബം കലക്കാൻ നടക്കുന്ന ഈ നാറികള് ഒന്ന് ചുമ്മാ അറിയട്ടെ എന്താണ് കുടുംബം, എന്താണ് ആ കുടുംബത്തിന്റെ മൂല്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ പോലും എന്തടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കുടുംബം എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു മൂല്യം. നിനക്ക് എത്ര പിള്ളേരെ വേണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം? ഇവക്ക് അഞ്ച് മക്കളെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. 5 മക്കളെ വേണമെന്ന് അവൾ ആഗ്രഹിച്ചത് ഞാൻ എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചില വീടുകളിൽ പെണ്ണുങ്ങളെ പിടിച്ചിട്ട് ഭർത്താക്കന്മാർ ഗർഭിണിയാക്കുന്ന പരിപാടിയിലുണ്ട്. ഇന്ന് രാവിലെ നീ എന്താ പറഞ്ഞ പോയി കെട്ടടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് രാവിലെ അവള് പറഞ്ഞത് അവളുടെ ഇത് ഈ എന്താ ട്യൂബാടി ഫിലോപ്പിൻ ട്യൂബ് എന്തായാലും മാങ്ങാത്തൊലിയിലെ ട്യൂബ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരെന്ത് പറഞ്ഞാലും ഇതിപ്പോ ഈ ട്യൂബ് അടിക്കാത്തതിനോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യലി ശാരീരികമായിട്ട് പ്രായമാവുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്ന സന്തോഷങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തോളൂ. എന്റെയും ഈ കുടുംബത്തിനകത്തും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റ് ആക്കി ആഘോഷിക്കും. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആരുടെയും കിടപ്പുമുറിയിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ എവിടെയും വെച്ച് ക്യാമറ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ആർക്കും ഇല്ല. ആർക്കും അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരൊക്കെ പബ്ലിക്കായിട്ട് ഇപ്പൊ ആരാരും തന്നെ പറയുന്ന ഒരു കാര്യം പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത് എടുത്ത് റിയാക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനിയും ആരാരും പബ്ലിക്കായിട്ട് മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്യും. അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ഈ മറ്റൊരാളുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. അത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല. എന്റെ ഭാര്യയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വിഷമം ഉണ്ടായെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ഫെമിനിസ്റ്റുകളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ല. അവളുമാര് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. ഭർത്താക്കന്മാരെ ആട്ടിയും ഭർത്താക്കന്മാരെ പുച്ഛിച്ചും സ്വന്തം അച്ഛനെ വെറുത്തും നീയൊക്കെ ജീവിക്കുക. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരെയും കുടുംബത്തിനകത്തേക്ക് കയറി വന്ന് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോ ഞങ്ങളുടെ കുടുംബത്തിനുള്ളിലേക്ക് കയറി വന്ന് ഈ കുറച്ച് ഇത് ഞാനിതങ്ങ് കളഞ്ഞതാണ്. കുറെ എണ്ണത്തിന് ഒരു പണിയില്ലല്ലോ. ഏതെങ്കിലും ഒരുവൻ എങ്ങനെങ്കിലും കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രക്ഷപ്പെട്ടവനെ പറ്റി പറഞ്ഞ് ജീവിച്ച് തിന്നുന്ന ഇത്തിൽക്കണ്ണികളായി മാറരുത് നിങ്ങൾ. ഞാൻ മറ്റൊരാളെ പറഞ്ഞു ആക്ഷേപിച്ചും ജീവിതത്തിൽ രക്ഷപ്പെട്ടവനല്ല. പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാൻ സ്വന്തമായി ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതിനു ശേഷം മലയാള സിനിമയിൽ ഒരു സംവിധായകനായതിനു ശേഷം നിരവധി ചാനൽ ചർച്ചകളിൽ ഭാഗമായി അതിന്റെ
ആ ഒരു ഇമ്പാക്റ്റിൽ അങ്ങനെ ഒരു പ്രൊഫൈൽ സൃഷ്ടിച്ചതിന് ശേഷം ബിഗ് ബോസിൽ പോയി അവിടെ 100 ദിവസം നിന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്ത് ജയിപ്പിച്ചിറങ്ങിയതിനു ശേഷം ഞാൻ എന്റെ സ്വന്തം കഴിവിലും എന്റെ അധ്വാനത്തിലും മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലാതെ നാട്ടുകാരുടെ കണ്ടന്റ് ഡെയിലി എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തതിന്റെ പേരിൽ കോമാളിത്തരങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടാക്കി പോകുന്ന ഒരാളല്ല. അതുകൊണ്ട് അവനവന്റെ കഷ്ടപ്പാടിലും അവനവന്റെ അധ്വാനത്തിലും സ്വന്തമായിട്ട് ഉയർന്നു വന്നിട്ട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നോക്കൂ. ഞാനും ഒന്നുമില്ലായ്മയിൽ നിന്നും ജനിച്ചവനാണ്. എന്നെ ഒരാളും സഹായിച്ചിട്ട് മുന്നോട്ട് സഞ്ചരിച്ച ഒരാളൊന്നും അല്ല ഞാനും. ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്ത ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ കുടുംബത്തിനുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ നിലവിൽ ഇവിടുന്ന് ഒരാളും പരാതി പറയാത്തിടത്തോളം കാലം. തങ്കു എന്തായാലും പരാതി പറഞ്ഞോടി ആരോടത്തിലും. നീ എന്തിനാണ് ഇരുന്ന് കമന്റ്സ് വായിക്കുന്നത്? ആ മക്കൾ എന്തായാലും ആരോടത്തിലും പരാതി പറഞ്ഞു. മക്കളുടെ സ്കൂളിൽ അച്ഛനെ പറ്റി എന്താ പറയുന്നത്? അച്ഛനെ പറ്റിയിട്ട് ആ സ്കൂളിലെ ടീച്ചർമാരൊക്കെ എന്തോ പറയുന്നത്? നീ ഇന്നാളെ പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഈ പ്രൊഫൈലിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ ആരെയും ക്ഷണിച്ചു വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് തെറി വിളിക്കണോ? നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങളുടെ ഉമ്മ വീട്ടിൽ കാണും, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ കാണും. ഒരു കാര്യം അവരെ പോയി തെറി വിളിച്ചോ. ഈ പ്രൊഫൈലിൽ വന്നിട്ട് ഒരല്പം സാമാന്യ മര്യാദയുള്ളവനാണെന്നുണ്ടെങ്കിൽ 2 കുട്ടികൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നും ആ കുട്ടികൾ ഇത് വായിക്കുമെന്നും പോലും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ആ ബോധം ആദ്യം മാരാറിനാണ് വേണ്ടത്. കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് എന്തൊക്കെ തെറികളും കാര്യങ്ങളും ഒക്കെയാണ്, എന്തൊക്കെ സംസാരങ്ങളാണ് നിങ്ങളിപ്പോ ഈ സംസാരിച്ചിരുന്നത്. ഇതൊക്കെ കേട്ടിട്ടല്ലേ ആ മക്കൾ വളരുന്നത്. നാട്ടുകാർ വിളിക്കുന്ന തെറികളെക്കാളും മാരാര് പറയുന്ന തെറികളാണ് ആ കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ആ ഒരു ബോധമെങ്കിലും ചേട്ടനുണ്ടായിരിക്കട്ടെ. എന്തായാലും കുറെ കാര്യങ്ങൾ ഈ പുള്ളിക്കാരൻ ഇത് പറയുന്നുണ്ട്. എല്ലാം കൂടി ഇവിടെ പറഞ്ഞ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.